എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്വീറ്റായ ഗുലാബ് ജാമുനാണ് തയ്യാറാക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഗുലാബ് ജാമുന് ആവശ്യമുള്ള സാധനങ്ങൾ: പാൽപ്പൊടി, ഞാൻ അമൂലേൻ്റെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. മൈദ മാവ്, റവ, 1/4 ഗ്ലാസ് പാല്, 1 കപ്പ് പഞ്ചസാര. ഇത് പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. 1 ലെമൺ, 1/2 പഞ്ചസാര പാനിയിൽ ചേർക്കാം, മറ്റൊരു 1/2 ഗുലാബ് ജാമുൻ്റെ മിക്സിയിൽ ചേർക്കാം. 3 ഏലക്ക, പശു നെയ്യ്, ഞാൻ മിൽമയുടെ പശു നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കപ്പ് എടുത്തിട്ടുള്ളത്, ഈ ഒരു കപ്പിൽ തന്നെ ഞാൻ എല്ലാം മെഷർ ചെയ്യുന്നത്. പഞ്ചസാര 1 കപ്പ്, മറ്റുള്ളവയെല്ലാം ഞാനൊരു കപ്പിൽ തന്നെ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഈ ഒരു പഞ്ചസാര പാനി നമുക്ക് റെഡിയാക്കാം. പഞ്ചസാര പാനിക്ക് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ വെള്ളവും കൂടി ചേർക്കണം. ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ പഞ്ചസാരയും വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം പഞ്ചസാരയിലേക്ക്. ഇനി സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് ബോയിൽ ചെയ്യാം. ഏലക്ക ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് ബോയിൽ ചെയ്ത് കൊടുക്കാം. അരമുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർക്കുന്നത് ഈ ലായനി കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. നൂൽപ്പരുവ് ആവേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. നൂൽപ്പരുവ് ആവാൻ വെക്കരുത്. തീ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ എല്ലാം മെഷർ ചെയ്തിരുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കാം. 1 കപ്പ് പാൽപ്പൊടി ചേർക്കാം. 1 ഫുൾ കപ്പാണ്. 1/2 കപ്പ് മൈദാമാവ്. ആ സെയിം കപ്പ് തന്നെ 1/2 കപ്പ് മൈദാമാവ്. അധികം ആവാൻ പാടില്ല. മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ 1 കപ്പ് 1/2 കപ്പ് അങ്ങനെ വന്നിട്ടുണ്ടാവും. 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. 1 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് മൈദാമാവ്, 1/4 കപ്പ് റവ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുകിയ പശു നെയ്യാണ്, അപ്പോൾ 2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പൊടികളൊക്കെ കറക്റ്റ് അളവിൽ എടുത്തിട്ടില്ലെങ്കിൽ ഈ ഗുലാബ് ജാമുൻ കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു ഇതിൽ ടേസ്റ്റിൽ കിട്ടില്ല. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/2 ലെമൺ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലൊഴിച്ച് നമുക്ക് ഗോതമ്പ് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് റെഡിയാക്കുന്ന പോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് മാവ് കിട്ടും. ഇത് ചെറിയ ബോൾസാക്കി നമുക്ക് മാറ്റാം. ഷേപ്പിൽ നമുക്കത് ചെറിയ ബോൾസാക്കി മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വലിപ്പം വയ്ക്കും. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാം. ഒരു മെഷർമെൻറ്റിൽ എനിക്കൊരു 13 എനിക്കിതിപ്പോൾ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. 13 ബോൾസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത്, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. ചെറിയ തീയിൽ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല, ഇത് കരിഞ്ഞു പോകും. ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിക്കാം. ഞാനിപ്പോൾ ഒന്നിച്ച് എല്ലാ ബോൾസും ഒന്നിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 1 2 രണ്ടീതെണ്ണമായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ചും കൂടി അധികം ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യാവുന്നതാണ്.
നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് മാറ്റി കോരിയെടുക്കാം. ഇതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതൊന്നും നന്നായിട്ട് കുക്ക് ചെയ്ത് ഉള്ളിലൊക്കെ നന്നായിട്ടൊന്നും കുക്കാവില്ല. ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം അധികമാക്കി വെച്ചാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നിച്ചിടണമെന്നില്ല, 2-3 ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എളുപ്പത്തിൽ. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. കോരിയിട്ട് നമുക്ക് പഞ്ചസാര ലായനിയിലേക്ക് ഇടാം. ഇങ്ങനെ ഓരോന്നായിട്ട് കോരിയിട്ട് അതിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ ബോൾസും ഇപ്പോൾ പഞ്ചസാര ലായനിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 മുതൽ 2 മണിക്കൂർ വരെ ഇതിനകത്ത് ഒന്ന് കിടക്കട്ടെ. അപ്പോഴേക്കും അതിൽ പഞ്ചസാര ലായനി നന്നായിട്ടൊന്ന് ഇറങ്ങിയിട്ട് നല്ല സ്വീറ്റായിട്ട് കിട്ടും. 2 മണിക്കൂറോളം ഇത് നന്നായി ഇട്ട് വെച്ചാൽ നന്നായിട്ടിരിക്കും, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വലതുവശത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്